ദിവിഷ് മണി കൂടി ചേരുകയാണ്. ദിവിഷ്, വളരെ തിരക്കുള്ള സമയത്ത് 6:52 സന്ധ്യയ്ക്കാണ് ഈ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സമീപത്തെ അപകടമുണ്ടാകുന്നത്. ഡൽഹി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചതനുസരിച്ചാണെങ്കിൽ ഒരു സ്ലോ മൂവിംഗ് കാർ, പയ്യെ ഓടിച്ചു വന്നിരുന്ന ഒരു കാർ റെഡ് സിഗ്നലിൽ നിർത്തുന്നു. തുടർന്ന് വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു, ഹൈ ഇന്റൻസിറ്റി ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. തുടർന്ന് വാഹനങ്ങളിലേക്ക് തീ പടരുന്നു. നമുക്ക് ആ സംഭവത്തെ ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കാം. അഭിലാഷ്, രാജ്യത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവവികാസമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലുള്ള രാജ്യം കടന്നു പോകുമ്പോഴാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അതൊരു തുടർച്ച എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ കഴിയൂ. കാരണം ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെയായി ഫരീദാബാദിലും ജമ്മു ആൻഡ് കശ്മീരിലെ പലയിടങ്ങളിലും ഗുജറാത്തിലെ അഹമ്മദാബാദിലടക്കം നടത്തിയ വ്യാപകമായ പരിശോധനകളിലൂടെ വലിയ ആക്രമണ ശ്രമങ്ങളെ അല്ലെങ്കിൽ ആക്രമണ ദൗത്യങ്ങളെ തകർക്കാൻ നമ്മുടെ ഏജൻസികൾക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ സംഘങ്ങളുടെ തുടർച്ചയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാനിൻ്റെ ഭാഗമായിട്ടാണോ ഈ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയറിയാം, ഇത് റെഡ് ഫോർട്ട് ഏറ്റവും അതീവ സുരക്ഷ പാലിക്കുന്ന ഒരു മേഖലയാണ് ഇവിടം. ഇതിൻ്റെ മറുഭാഗം എന്നത് ചാന്ദിനി ചൗക്കാണ്. ഡൽഹിയിലെ ഏറ്റവും തിരക്കേറിയ, അതായത് ഒരാൾക്ക് മറ്റൊരാളെ തട്ടാതെ നടക്കാൻ കഴിയാത്ത അത്ര തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയാണ്. അവിടെയാണ് ഈ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ഈ ഭാഗത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് മീറ്ററുകളുടെ ദൂരം മാത്രമേ ചെങ്കോട്ടയുമായി ബന്ധപ്പെട്ടുള്ളൂ. ഒപ്പം ഇങ്ങോട്ടേക്ക് താഴേക്ക് വന്നാൽ ജുമാ മസ്ജിദ്, ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാം വളരെ അടുത്ത, ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും അടുത്തുള്ള ഒരിടത്താണ് ഈ സംഭവം. പക്ഷേ ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്നത് സാധാരണ നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു തിരക്ക്, ഇപ്പോൾ അവിടുത്തെ നമ്മൾ ദൃക്സാക്ഷികളുടെയും അവിടെ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന അത്ര തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും തിരക്കേറിയ സ്ഥലം വൈകുന്നേരമാണ്, 6 മണി കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓഫീസുകളിൽ നിന്നും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വീടുകളിലേക്ക് പോകാനൊക്കെയുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മെട്രോയിലും അത് അനുഭവപ്പെടുന്നതാണ്. ആ നിലയ്ക്ക് അപകടം ഇതേപോലൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ വലിയ സംഖ്യയിലേക്ക് മരണം പോകുമായിരുന്നു. നിലവിൽ അത് ഒരു ആൾത്തിരക്ക് സാധാരണഗതിയിലേക്കാൾ കുറവായിരുന്നുവെന്നാണ് ഇതുവരെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെട്രോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും സജീവമായ മെട്രോയാണ്, ഏറ്റവും സുരക്ഷിതമായ മെട്രോ എന്ന് നമ്മൾ കണക്കാക്കുന്നതാണ്. അവിടെ അല്ലെങ്കിൽ അതിന് മുൻപിൽ ഇങ്ങനെയൊരു അപകടം ഉണ്ടാവുക, ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടാവുക, ആദ്യഘട്ടത്തിൽ ഇതിപ്പോൾ CNG എന്തെങ്കിലും പൊട്ടിത്തെറിച്ചതാണോ മറ്റെന്തെങ്കിലും സാങ്കേതിക പിഴവുകൾ കൊണ്ട് അപകടമുണ്ടായതാണോ എന്നൊക്കെ കരുതിയെങ്കിലും ദൃക്സാക്ഷികൾ പറഞ്ഞു വളരെ ദൂരെ 300 മീറ്ററിൽ അകലെ വരെ പല ഭാഗങ്ങളും വാഹനങ്ങളുടെ ഭാഗങ്ങൾ ചെന്ന് തെറിച്ചു വീണ് മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറം വരെ ഇതിൻ്റെ പ്രകമ്പന ശബ്ദം കേട്ടു. ഒരു തീഗോളം കണക്കെ ഉയർന്നു വന്നുവെന്നതാണ് ടെറസിൻ്റെ മുകളിൽ നിന്ന് ഈ അപകട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ആക്രമണ സ്ഥലത്തേക്ക് നോക്കിയ ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ ഭയാനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ആ സ്ഥലം പൂർണ്ണമായും നമ്മുടെ സുരക്ഷാ സേനയുടെ വലയത്തിലായി. ആളുകളെ മുഴുവൻ തന്നെ വേഗത്തിൽ LNJP ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. 10-ലേറെ മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും ചില ആശുപത്രിയിലുള്ള ചിലരുടെ നില സ്റ്റേബിളാണ് എന്നത് ആശ്വാസം പകരുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഇന്ന് രാവിലെ ഫരീദാബാദിൽ നിന്ന് ഒരു വനിതാ ഡോക്ടർ അടക്കം 3 പേരാണ്, ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമിൽ, ഡോക്ടർ ഷാന തുടങ്ങി 3 പേരാണ് പിടികൂടപ്പെട്ടത്. അവരുടെ കയ്യിൽ നിന്ന് IED അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വലിയ അളവിലുള്ള അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ജമ്മു കാശ്മീരിൽ കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ പ്ലാനുകൾ തകർക്കപ്പെട്ടാൽ മറ്റൊരു രീതിയിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനായിരുന്നു ഇപ്പോൾ ഈ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിൽ നടന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ NST ഉണ്ട്, NIA ഉണ്ട്, ഡൽഹി പോലീസിന് മുഴുവൻ സംവിധാനങ്ങളുണ്ട്. ഒപ്പം അമിത്ഷാ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു, ഡൽഹി പോലീസ് മേധാവിയുമായി സംസാരിച്ചു, കാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. നേരത്തെ P. ബസന്തും സൂചിപ്പിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇനി ഏതെങ്കിലും വിധത്തിൽ ഒരു ഭീകരാക്രമണം രാജ്യത്തിനെതിരെ ഉണ്ടായാൽ അത് ഇന്ത്യക്കെതിരായ ആക്രമണമായി കണക്കാക്കി തന്നെ ഇന്ത്യ നടപടികളിലേക്ക് പോകുമെന്നാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ വളരെ ഗൗരവത്തോടെയാണ് ഈ സാഹചര്യത്തെ രാജ്യം ഒന്നാകെ കാണുന്നത്, സർക്കാർ കാണുന്നത്.